എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ആശയമാണ് സമമർദ്ദ രേഖകൾ, ഐസോബാർസ് എന്ന് പറയും. ഇതിന് സമാനമായ ഒരു ആശയം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്, സമതാപരേഖകളെന്ന്. എന്തായിരുന്നു സമതാപരേഖകൾ? നമ്മുടെ വേൾഡ് മാപ്പിനകത്ത്, ലോക ഭൂപടത്തിനകത്ത് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? സമതാപരേഖകളെന്ന് വിളിച്ചത്. ഇനി എന്താണ് സമമർദ്ദരേഖകൾ എന്ന് പറയുമ്പോൾ? ഇതുപോലെ തന്നെയാണ്, താപത്തിന് പകരം മർദ്ദമായെന്ന് മാത്രം. അതായത് നമ്മുടെ ലോക ഭൂപടത്തിൽ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ, സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സമമർദ്ദ രേഖകളെന്ന് പറയാം, അല്ലേ? ഇതവിടെ എഴുതിയിട്ടുണ്ട്. ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമമർദ്ദ രേഖകളെന്ന് വിളിക്കുന്നു. അപ്പോൾ സമതാപരേഖകളുണ്ട്, സമമർദ്ദ രേഖകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 1 അല്ലെങ്കിൽ 2 മാർക്കിന് നിങ്ങൾക്ക് ഇവിടുന്ന് ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മർദ്ദത്തെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ അന്തരീക്ഷ മർദ്ദത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് കാറ്റിലേക്ക് നയിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ് എന്ത്? ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടുങ്കാറ്റുകൾക്ക് വരെ കാരണമാകുന്നത്. അതിനാൽ തന്നെ ഓരോ മർദ്ദം എത്രയാണ് എന്നുള്ളത് അതിൻ്റെ സ്ഥാനീയ മർദ്ദ വിതരണം സംബന്ധിച്ച് വിശകലനം അത്യന്താപേക്ഷിതമാണ്, അല്ലേ? ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ ഓരോ അക്ഷാംശങ്ങൾക്കിടയിലും ഏത് മർദ്ദമാണ് ഉള്ളത്, എവിടേക്ക് ഏതൊക്കെ മർദ്ദമാണ് ഉള്ളത്, ന്യൂനമർദ്ദമാണോ ഉച്ചമർദ്ദമാണോ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തിനാണ് ഇതിങ്ങനെ അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, അല്ലേ? അതിനൊക്കെയാണ് നമ്മൾ സമമർദ്ദരേഖകൾ വരയ്ക്കുന്നത്. അപ്പോൾ സമമർദ്ദരേഖകളൊക്കെ വരച്ചിട്ട് നമ്മൾ സ്ഥാനീയമായിട്ട് എവിടേക്ക് ഏതൊക്കെ മർദ്ദമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമുക്ക് എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ കടലിലൊക്കെ യാത്ര ചെയ്യുന്ന യാത്രികരൊക്കെ ഇല്ലേ, നാവികരൊക്കെ ഇല്ലേ, അവർക്ക് ഈ കാറ്റുകളെ പറ്റിയിട്ട് ധാരണ ഉണ്ടാക്കിയാൽ മാത്രമാണ് അവരുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലേ? കാര്യം ഈ മർദ്ദത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ടാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നത്. കാറ്റുകൾ ചെറിയ കാറ്റുകൾ മാത്രമല്ല, അത് വലിയ എല്ലാം എന്താ പറയുക, നാശനഷ്ടം ഉണ്ടാക്കാൻ പോകുന്ന കൊടും കാറ്റുകൾ വരെയുണ്ട്. നിങ്ങൾക്ക് അഭിലാഷ് ടോമി എന്ന് പറയുന്ന നാവികനെ അറിയില്ലേ? അഭിലാഷ് ടോമി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ, ലോകപ്രശസ്തനായ ഒരു മലയാളി നേവി ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹമാണ് ആദ്യത്തെ സർക്കം നാവിഗേഷൻ, ലോകം ഒറ്റ പായക്കപ്പലിൽ ചുറ്റിക്കറങ്ങിയിട്ടുള്ള മനുഷ്യനാണ്. ഈ പറയുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? അഭിലാഷ് ടോമി എന്ന് പറയുന്നത് നമ്മുടെ മലയാളിയാണ്. നിങ്ങൾ സഫാരി ചാനലിൽ അഭിലാഷ് ടോമിയുടെ ഒരു ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന ഒരു എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ, വളരെ ഇൻസ്പിറേഷണലായിട്ടുള്ള കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. 6 എപ്പിസോഡ് എങ്ങനെയാണുള്ളത് എന്തായാലും. അപ്പോൾ അപ്പോൾ കാറ്റുകൾ ഉണ്ടാകുന്നത് മർദ്ദവ്യത്യാസം കൊണ്ടാണ്. നമ്മൾ എന്താ പറയുക, ന്യൂനമർദ്ദവും ഉച്ചമർദ്ദവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? എന്താണ് ഉച്ചമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം എന്ന് പറയും. ചുറ്റുമുള്ള പ്രദേശത്തെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് മർദ്ദം കുറവാണെങ്കിൽ അവിടെ ന്യൂനമർദ്ദ മേഖല എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ ഇവിടെ കുറേ സമമർദ്ദ രേഖകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ താഴ്ഭാഗം കൊടുത്തിട്ടുള്ളത് ഉച്ചമർദ്ദ മേഖലകളാണ്, H എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 1010 എന്ന് പറയുന്ന ഒരു രേഖ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ രേഖ പാസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്തായിരിക്കും? 1010 അവിടുത്തെ എന്തെന്ന് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത് ഉച്ചമർദ്ദമാണ്, അവിടെ H എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി 1015 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രേഖകൾ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ 1015 മർദ്ദം. അതുപോലെ ഇപ്പോൾ ഇവിടെയും 1015 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ലോ പ്രഷർ, ഒരു ന്യൂനമർദ്ദം 1005 ന്യൂനമർദ്ദമുള്ളൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. 1010 ന്യൂനമർദ്ദമുള്ള വേറൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. 1020 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരോ പ്രദേശങ്ങളിലും ഏതൊക്കെ മർദ്ദമാണുള്ളത് നമുക്കിങ്ങനെ നമ്മുടെ സമമർദ്ദ രേഖകൾ നോക്കിയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ പറയുന്ന ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കാം.
നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താപം, അതുപോലെ തന്നെ ഉയരം, പിന്നെ ആർദ്രത. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ താപീയ മേഖലകൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. താപീയ മേഖലകൾ ഓർമ്മയില്ലേ? ഏതൊക്കെയാണ്? ഭൂമധ്യരേഖ മുതൽ 23.5 വടക്കും 23 തെക്കിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഉപോഷ്ണ മേഖലകൾ, അല്ലേ? പിന്നെ 23.5 അതുപോലെ തന്നെ എന്താ പറയുക 66 ഇടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മിതോഷ്ണ മേഖലകൾ. അതും പഠിച്ചിട്ടുണ്ട്. പിന്നെ 66 90 സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ശൈത്യ മേഖലകൾ. അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് പോകുന്തോറും ധ്രുവങ്ങളിലേക്ക് അടുക്കുന്തോറും രണ്ട് അർദ്ധഗോളങ്ങളിലെയും ധ്രുവത്തിലേക്കും ദക്ഷിണ ധ്രുവത്തിലേക്ക് അടുക്കുന്തോറും താപനില കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മർദ്ദവും താപവും തമ്മിൽ വിപരീത അനുപാതമാണെന്ന്. അതായത് മർദ്ദം കൂടുന്നതും കുറയുന്നതും താപത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത് താപം കൂടുതലാണെങ്കിൽ മർദ്ദം കുറവായിരിക്കും, താപം കുറവാണെങ്കിൽ മർദ്ദം കൂടുതലായിരിക്കും, അല്ലേ? ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ താപീയ മേഖലകൾ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തന്നെ മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെ താപം കൂടുതലാണോ അവിടെയൊക്കെ മർദ്ദം കൂടുതലായിരിക്കും, മർദ്ദം കുറവായിരിക്കും. എവിടെയൊക്കെ താപം കുറവാണോ അവിടെയൊക്കെ മർദ്ദം കൂടുതലായിരിക്കും. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം ഈ ഒരു മനസ്സിലാക്കലിനകത്തുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ ഭ്രമണം ഉണ്ടല്ലോ, ഭൂഭ്രമണം, അതിൻ്റെ ഒരു സ്വാധീനം കൂടി ഇവിടെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നതിൽ ആഡ് ചെയ്യണം. അതായത് ഭ്രമണം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് ഭ്രമണം? അതായത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയാം, അല്ലേ? അത് 24 മണിക്കൂറാണ് ഒരു ഭ്രമണം പൂർത്തീകരിക്കാൻ. 365 ദിവസം കൊണ്ട് ഭൂമി ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ വലം വെക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കാറുള്ളത് 365 ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പരിക്രമണം. ഞാനിവിടെ പറയുന്നത് ഭൂഭ്രമണമാണ്. അപ്പോൾ ഈ ഭൂഭ്രമണത്തിൻ്റെ ഒരു സ്വാധീനം കൂടി ഈ മർദ്ദത്തിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഈ താപീയ മേഖലകളിൽ താപം കൂടുതലുള്ളത് കൊണ്ട് മർദ്ദം കുറവും, താപം കൂടുതൽ താപം കുറവുള്ള സ്ഥലങ്ങളിൽ മർദ്ദം കൂടുതലും എന്നിങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാവില്ല. കാര്യം ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഒരു സ്വാധീനം കൂടി വരുന്നത് കൊണ്ട് ചില പ്രത്യേക അക്ഷാംശങ്ങൾക്കിടയിൽ ചില പ്രത്യേക മർദ്ദ സാഹചര്യങ്ങളാണുള്ളത്. അതായത് ചില പ്രത്യേക അക്ഷാംശങ്ങൾക്കിടയിൽ എല്ലായ്പ്പോഴും ചില പ്രത്യേക തരത്തിലുള്ള മർദ്ദമാണ് വരുന്നത്. അത് താപത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല, ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി, ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വാധീനം കൂടി വരുമ്പോൾ അത് നമ്മൾ വിചാരിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ആണ് വരുന്നത്. എന്തായാലും ഭൂമിയിലെ ചില പ്രത്യേക അക്ഷാംശങ്ങൾക്കിടയിൽ എപ്പോഴും സദാ ഒരേ മർദ്ദമാണുള്ളത്. അത്തരത്തിലുള്ള ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളെ നമ്മൾ പ്രത്യേക മർദ്ദ മേഖലകളായിട്ടാണ് പറയാറുള്ളത്. അത്തരത്തിലുള്ള മർദ്ദ മേഖലകളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആഗോള മർദ്ദ മേഖലകളെന്ന്. അപ്പോൾ എന്താണ് ആഗോള മർദ്ദ മേഖലകൾ? ഭൂമിയിലെ ചില പ്രത്യേക അക്ഷാംശീയ മേഖലകളിൽ എപ്പോഴും ഒരേ മർദ്ദമാണുള്ളത്. അപ്പോൾ അവയെ വിളിക്കുന്ന പേരാണ് ആഗോള മർദ്ദ മേഖലകളെന്ന്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശങ്ങളിലുമായിരിക്കുമല്ലോ, അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് വരേണ്ടത്. അതായത് മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതുണ്ട്, അല്ലേ? താപം കുറയുന്നതിനനുസരിച്ച് മർദ്ദം കൂടി വരേണ്ടത് ഭൂമധ്യരേഖയിൽ നിന്ന് പോകും തോറും. എന്നാൽ അതല്ല സ്ഥിതി. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് പ്രകാരം വരേണ്ടത്. പക്ഷെ അതല്ല കാര്യം. ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തും നമ്മൾ പഠിച്ച കാര്യം ശരിയല്ല. പക്ഷെ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ് ശരി. പക്ഷെ ചില ഇടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റേതായ ഒരു സ്വാധീനം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂഭ്രമണത്തിൻ്റേതായ സ്വാധീനങ്ങൾ കൂടി വരുന്നതുകൊണ്ട് മർദ്ദ സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത്തരത്തിൽ ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇവയെ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇവയെ ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ താപം
പ്ലസ് ഭൂമിയുടെ ഭ്രമണം. ഇത് ഭൂമിയുടെ ഭ്രമണം. ഇത് കൊണ്ടാണ്, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ആഗോളമർദ്ദ മേഖലകൾ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ താപം മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഭൂമിയുടെ ഈ ഭ്രമണം കൂടി സ്വാധീനം ചെലുത്തിയതുകൊണ്ട് നമ്മൾ പഠിച്ചതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആഗോളമർദ്ദ മേഖലകൾ? ആഗോളമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ആദ്യം പറഞ്ഞു പോവാം, എന്നിട്ട് അതിനെ വിശദീകരിക്കാം. ആഗോളമർദ്ദ മേഖലകൾ, ഒന്നാമത്തെ ആളുടെ പേര് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതെവിടെയാണ്? 0 ഡിഗ്രിയിലാണ്. പിന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ട്. അത് വടക്കുമുണ്ട്, അതായത് ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ 30 ഡിഗ്രി വടക്കിലും 30 ഡിഗ്രി തെക്കിലുമായിട്ട് 2 ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്നായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ, അതും എവിടെയുണ്ട്? അതും ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. 60 ഡിഗ്രി വടക്കിലും 60 ഡിഗ്രി തെക്കിലുമായിട്ട്. പിന്നെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ, അതും ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. അതുകൊണ്ട് 90 ഡിഗ്രി വടക്കുള്ളതിന് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല വടക്കായിട്ടും 90 ഡിഗ്രി തെക്കുള്ളതിന് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല തെക്കായിട്ടും നമ്മൾ അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ ഏതൊക്കെയാണ് ആഗോളമർദ്ദ മേഖലകൾ? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ. ഇത്രയാണ് അല്ലേ? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതുപോലെ തന്നെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ, അതുപോലെ തന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, അതുപോലെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. ഇങ്ങനെ 4 എണ്ണമാണ്. അതിൽ തന്നെ നമ്മൾ എന്ത് പറയും? ഈ മധ്യരേഖ അല്ലാത്ത ബാക്കിയുള്ള ഉപോഷ്ണത്തെയും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്കും നമ്മൾ 2 എണ്ണമായിട്ട് പറയും. അത് ഉത്തരാർദ്ധഗോളത്തിലും ഉണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചിത്രം നിങ്ങൾ മസ്റ്റായിട്ടും നോക്കി വെക്കണം. ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് വരച്ച് അടയാളപ്പെടുത്താനായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഓരോ മേഖലകളും, എന്താണ് ഈ ഓരോ മർദ്ദ മേഖലകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ, എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ, എന്തുകൊണ്ട് ഓരോ പ്രദേശവും ഇന്ന മർദ്ദ മേഖലയായി, 0 ഡിഗ്രി എന്തുകൊണ്ട് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയായി, 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും എന്തുകൊണ്ട് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളായി മാറി, 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും എന്തുകൊണ്ട് ന്യൂനമർദ്ദ മേഖലകളായി, 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും എന്തുകൊണ്ട് ഉച്ചമർദ്ദ മേഖലകളായി. ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, താപം എത്ര ലഭിക്കുന്നു, അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ പറയുന്ന ഓരോ പ്രദേശങ്ങളിലും ഓരോ മർദ്ദ മേഖലകളായി രൂപപ്പെടാനുള്ള കാരണം. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ വിശദീകരിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഓരോന്നായിട്ട് വിശദീകരിച്ച് തരാം.